ബെനീഷ് ബെനീഷ് എന്താ സാലോമെന്ന് വെച്ച പെരുന്നാളിന് നോക്കിയിട്ട് വന്നില്ല. വാങ്ങിയാട് ഇപ്പൊ കുരിശിൻ്റെ വഴി കാൽഭാഗം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നീ അല്ലേ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണത്. നല്ലൊരു വിഷയം അത് കാണിച്ചതാ. എന്താന്ന് പറയാ ഇവിടെ മനസ്സമ്മതത്തിന് ഫോട്ടോസ് വേണ്ട. മനസ്സമ്മതത്തിന് ഫോട്ടോസ് കാണിച്ചല്ലോ. ഫോട്ടോസ് പണ്ടൊക്കെ ആൽബം ഇപ്പൊ ഫോട്ടോസായി. ഓരോന്ന് കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നന്നായിട്ടുണ്ട്. ആരൊക്കെയാണിത്? താരയും പരീക്ഷ മോൻ. വീട് കോസ്റ്റ്യൂം എങ്ങനെയാണ് ചങ്ങട? എൻ്റെ താരയുടെ നല്ലത്. നീ നല്ലതാണ്. താരയുടെ താര നന്നായിട്ടുണ്ട്. മറ്റേ നമ്മുടെ ഫാമിലി ഫോട്ടോസൊക്കെ അതൊന്നും കണ്ടില്ലല്ലോ. ഇതാണ് എൻ്റെ ഫാമിലി. ടീമേ, എൻ്റെ ഫാമിലി ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഫാമിലി ഫോട്ടോസ് ഒന്നും ഇല്ലട്ടോ. ഇതുവരെയും ഫാമിലി ആയിട്ട് ഫോട്ടോ എടുത്തിട്ടില്ല. പണ്ടങ്ങനെ എടുത്തൊക്കെ അത് ആ സമയത്ത് മൊബൈലൊന്നും ഇല്ലായിരുന്നല്ലോ. എൻ്റെ മനസ്സമ്മതം കാണിച്ച് എൻ്റെ ഫാമിലിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റി. ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തേ. എനിക്ക് 4 മക്കളാണ്. 3 ആണും 1 പെൺകുട്ടി. ഇപ്പോൾ 1 പെൺകുട്ടിയെ കിട്ടിയപ്പോൾ 5 ആയി. പരിചയപ്പെടുത്തി കൂട്. ഇത് എൻ്റെ മൂത്ത മകൻ, ഇത് ഇളയ മകൻ, ഇത് ഞാനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നില്ല. ഇത് ഇളയ മകൾ, ഇത് എൻ്റെ 3ാമത്തെ മകൾ, ഇത് ജോസഫ് സ്റ്റാൻലി. ഈ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ഫാമിലി ഫോട്ടോ എടുക്കാൻ അനുവദിച്ച ദൈവത്തിന് ഞങ്ങൾ നന്ദി പറഞ്ഞിരിക്കുന്നു. ഈ ഫോട്ടോയും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് മുഖത്തോട് മുഖം നോക്കി കൈ വിരുത്തിയിരിക്കുന്നത് ഞങ്ങളെല്ലാവരും കണ്ടിട്ടാണ് മോതിരം. എന്താടാ കൊച്ചവളെ ഡാൻസ് ചെയ്യാൻ വേണ്ടിയാണ്. നന്നായിട്ടുണ്ട് കേട്ടോ. എന്നെ എന്തിനാണ് എല്ലാ ഫോട്ടോയിലും എല്ലായിടത്തും കാണിക്കുന്നത്? ആൾക്കാരെന്ത് വിചാരിക്കും? നമ്മുടെ താരം മുച്ചല്ലേ. പിന്നെ താരം എന്തോരം കിടക്കുന്നത്. ഇതാണ് മൂത്ത മകൻ്റെ ഫാമിലി. മൂത്ത മകന് 2 കുട്ടികളാണുള്ളത്, ഒരാണും 1 പെണ്ണും. ഇത് മൂത്ത മകൻ്റെ ഭാര്യ ഷീജ. ഇത് ഇളയ മകൻ അജയ്. മൂത്ത മകള് ഇവിടെ ഇല്ല, കർണാടകത്തിൽ നേഴ്സിങ്ങിന് പഠിക്കാൻ പോയിക്കഴിഞ്ഞാൽ വരും. മകളുടെ ഫാമിലിയാണ് ഇത്. മരുവൻ്റെ പേര് ഷിബു, മകളുടെ പേര് രാജനി ഷിബു. അവർക്ക് 1 മകളാണ് ഉള്ളത്, അത് റോഷി. ഇതെൻ്റെ ഇളയ മകള്, അത് ഇളയ മകനും. ഇത് താരയുടെ ഫാമിലിയാണ്. അവർക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകൾ താര, ഇളയ മകൻ തങ്കു, ഇളയ മകൻ തങ്കു, അച്ഛൻ, അമ്മ. ഈ ഫോട്ടോയിൽ വലത്ത് നിന്ന് കാണുന്നത് എൻ്റെ ഇളയ ആങ്ങളുടെ ഭാര്യ എൽസമ്മ. ഇത് എൻ്റെ ഭർത്താവിൻ്റെ ഇളയ പെങ്ങൾ ചിന്നമ്മ. ഇത് എൻ്റെ താര, ഇത് ബെനീഷ് ബാസ്റ്റൻ. ഇത് എൻ്റെ അമ്മച്ചി ചിന്നമ്മ. ഇത് ഞാനാണ് കേട്ടോ ചിന്നമ്മ. ഇത് എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ മകള് പ്രീതി ചേച്ചി. ഈ ചെറിയ കൊച്ചെന്ന് പ്രീതി ചേച്ചിയുടെ മക്കളുടെ മകളാണ്. എന്താ കരഞ്ഞിരിക്കണ? എനിക്ക് നീട്ടപ്പോ സങ്കടം വന്ന്. ഇത് ആനന്ദക്കണ്ണീരാണ്ടാ അമ്മച്ചിയുടെ. ഇനി എന്താടാ മോഹൻലാലിനെ പോലെ ഒരു ചരിവില്ലായിരുന്നല്ലോ നമുക്ക്. അതല്ല, ഞാൻ ഫോട്ടോ കണ്ടപ്പോഴാണ് ചരിഞ്ഞിരിക്കണ ക്യാമറമാൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. റോഷന്റെ കോസ്റ്റ്യൂം എങ്ങനെ കൊള്ളാല്ല? കൊള്ളാം. ഈ ഫോട്ടോയോടെ വെച്ചെടുത്ത് കൊള്ളാല്ല. ഇതേ നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് എടുത്താൽ മതി. താരുടെ കയ്യിരിക്കുന്ന പുഷ്പങ്ങളും നിന്റെ ഷർട്ടിലെ പുഷ്പങ്ങളും നേരക്ക് നേരെ ഇട്ടുണ്ടാ മാച്ചിങ്. ഇതാണ് ഞങ്ങളുടെ അൾത്താരയിലാണ് ഞാനും എൻ്റെ ഇളയ മകനും താരയും നിൽക്കുന്നത്. കണ്ടോ നിങ്ങൾ? അമ്മച്ചിയാളെ ഏറ്റവും ഭംഗിയിൽ കാണാൻ. എവിടെ മോതിരം ഇടുന്നത് വളരെ നന്നായിട്ടുണ്ട്. മൊത്തോണ്ട് മുഖം നോക്കിയാൽ ഇടുന്നത് അതാണ് ശരി. കൊള്ളാല്ലാടെ ചെറിയൊരു കൂടാരത്തിനകത്ത് നീ താരയും, അതിൻ്റെ പുറത്തൊരു റാന്തലും. നന്നായിട്ടുണ്ട്, അടിപൊളി. ഇതും നന്നായിട്ടുണ്ട്. താരയുടെ കണ്ണ് ഉയർത്തിയേക്കുന്നത് വളരെ നന്നായിട്ടുണ്ട്. എൻ്റെ ചിരിയും കൊള്ളാം, കണ്ണിട്ട് നോക്കല്ല. അച്ഛനെന്താണ് ചിരിക്കാത്തത്? അച്ഛൻ വ്യാകുലം കയറിയിരിക്കല്ല. മണവാട്ടിക്കും മണവാളിനും നല്ല സന്തോഷമുണ്ട്. ഈ ഫോട്ടോയിൽ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഒന്നുമില്ല. ഞങ്ങൾ മനസ്സമ്മതം വളരെ ചുരുക്കിയാണ് നടത്തിയത്. ഇങ്ങനൊരു അവസരം വന്നതുകൊണ്ട് ഫാമിലി ഫോട്ടോ എടുക്കാനും എത്താം. അപ്പച്ചൻ്റെ പെങ്ങളുമുണ്ട്. നന്നായിട്ടുണ്ടല്ലോ. അടുത്തത് കാണട്ടെ. സീനറിയൊക്കെ കൊള്ളാട്ടടാ. ഈ പൂച്ചണ്ട് വാങ്ങിക്കണതും കൊള്ളാം. അതെ, ഫോട്ടോ ചെയ്ത് നമ്മൾ അവിടെ ഹോം സ്റ്റേ ഉണ്ട്, അവിടെ നിന്ന് എടുത്തതാ. കൊള്ളാം, ഭംഗിയുണ്ട്.
അടിപൊളി. എൻ്റെ മകൻ്റെയും മക്കളുടെയും മനസ്സമ്മതത്തിൻ്റെ ഫോട്ടോസും വീഡിയോസും കണ്ട് നിങ്ങൾ സന്തോഷം അറിയിച്ചതിന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും പേർക്ക് വളരെയേറെ സ്നേഹത്തോടും ജീവിതമായി നിങ്ങളെ ഞങ്ങൾ നല്ല വാക്കുകൾ പറഞ്ഞിരിക്കുന്നു. എങ്കിലും ഇവർക്ക് വേണ്ടി ഒരു കുടുംബജീവിതം നല്ലത് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് ജീവിത പങ്കാളിയെ കൂട്ടി യോജിപ്പിക്കുന്ന അവസരം വരികയാണ്. അപ്പോൾ ടീമെ കല്യാണം കൊണ്ട് ഇനി വരുന്നത് എല്ലാവരും പ്രാർത്ഥന വേണം വെച്ച് പറഞ്ഞ പോലെ തന്നെ. എന്താ വെച്ച് പറയാനുള്ള എനിക്ക് വീണ്ടും പറയുന്നത്, നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നല്ലൊരു കുടുംബജീവിതം അവർക്ക് കൊണ്ട് നൽകണമെന്ന് പ്രാർത്ഥിക്കണമേ. എല്ലാവരും വരികയും ചെയ്യണം. എൻ്റെ ഫോട്ടോസൊക്കെ എടുത്തത് ടീം ഫോട്ടോക്കാരെന്ന് പറഞ്ഞ ടീമാണ് കേട്ടോ. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചാൽ റേറ്റൊക്കെ കുറച്ച് തരും കേട്ടോ. കോസ്റ്റ്യൂം ചെയ്തേക്കണ സൂട്ട് മീൻസ് വെയർ ആണ് കേട്ടോ, എറണാകുളത്തുള്ള. റെൻറ്റിനും കിട്ടും കേട്ടോ. ഈ നമ്പറിൽ വിളിച്ചോട്ടാ. മേക്കപ്പ് ചെയ്തേക്കണ സുറുമയും ബ്രൈഡൽ മേക്കപ്പാണ് കേട്ടോ. അവരുടെ നമ്പർ ഇട്ടിട്ടുണ്ട്. താരയുടെ ജ്വല്ലറിയൊക്കെ റെൻറ്റിനാണ് കേട്ടോ. ദുൽഹൻ റെൻ്റൽ ജ്വല്ലറി ആണ് എറണാകുളത്തുള്ള. അവരുടെ നമ്പർ ഇട്ടിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.